Hello guys, welcome back to the video. So, I have a video comment on 20k budget range smartphones in the video. So, in this video, 20,000 rupees in the best smartphones. So, video like the channel, subscribe to the side the bell icon, press the video like here. This smartphone is CMF Phone 2 Pro. So, you have a smartphone. Very best all-rounder smartphone, a performance, a camera quality, all-rounder smartphone. But in the specification, display 6.77 inches in Full HD plus flexible AMOLED display. 128 refresh rate. The processor is MediaTek Dimensity 7300 Pro. So, this price range is performance in this smartphone. In camera, 50 megapixel main camera plus 50 megapixel plus 8 megapixel arrangements. 16 megapixel selfie camera. 4K videos 30 FPS shoot ചെയ്യാൻ so best video quality ഈ ഒരു സ്മാർട്ട്ഫോണിൽ കിട്ടും. ഇനി ബാറ്ററി കിട്ടുമ്പോൾ 5000 mAh ന്റെ ബാറ്ററിയാണ് വരുന്നത് 33 watts ന്റെ ചാർജിംഗ് ആണ്. പിന്നെ ഔട്ട് ഓഫ് ദി ബോക്സ് 115 ലാണ് വരുന്നത് IP54 ലൊക്കെയാണ് വരുന്നത്. സോ വെള്ളത്തിലേക്ക് കൊണ്ടിട്ട് കൊടുത്താൽ ചിലപ്പോൾ അടിച്ചു പോകാൻ സാധ്യതയുണ്ട്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് ബോക്സിനകത്ത് ചാർജർ കിട്ടുന്നുണ്ട്. ഈ ഒരു 2025 ൽ അതൊരു വലിയ കാര്യം തന്നെയാണ്. അപ്പം അതാണ്. അപ്പോൾ നിങ്ങൾക്ക് ചാർജർ ഒന്നും പുറത്തുപോയി വാങ്ങണ്ട. അതൊക്കെ ഒരു വലിയ കാര്യമാണല്ലോ. ഇപ്പോൾ എടുത്തു പറയേണ്ട കാര്യങ്ങളാണ് അതൊക്കെ. In pricing, this smartphone 8 plus 128GB ROM 18,990 rupees. Bank offers this smartphone 17,958 rupees. So, we have a smartphone OnePlus OnePlus Nord CE4. So, this price range is a all-rounder smartphone. This smartphone is specification display 6.7 inches Full HD plus AMOLED Pro XDR display 128 refresh rate. Here processor is Snapdragon 7 Gen 3. So, this price range is performance in this smartphone. In camera 50 megapixel main camera OIS support. 16 megapixel selfie camera is maximum 4K videos 30 FPS shoot ചെയ്യാൻ so best video quality ഈ smartphone കിട്ടും. ഇനി ബാറ്ററി കിട്ടുമ്പോൾ 5500 mAh ന്റെ ബാറ്ററിയാണ് വരുന്നത് 100 watts ന്റെ സൂപ്പർ വൂക്ക് ചാർജിംഗ് ആണ്. ഔട്ട് ഓഫ് ദി ബോക്സ് Android 14 ലാണ് വരുന്നത്. അപ്പം അത് കുഴപ്പമില്ലെങ്കിൽ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. പിന്നെ ഇവിടെ LPDDR4X ഉം UFS 3.1 ആണ് വരുന്നത്. ഇനി ഈ സ്മാർട്ട്ഫോണിന്റെ പ്രൈസിലേക്ക് വരുമ്പോൾ 8 plus 128GB ROM വരുന്നത് 21,998 rupees ആണ് വരുന്നത്. പിന്നെ ബാങ്ക് ഓഫേഴ്സ് ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ സ്മാർട്ട്ഫോൺ 19,998 rupees വാങ്ങാവുന്നതാണ്. സോ നമ്മുടെ ലിസ്റ്റിലെ അടുത്ത സ്മാർട്ട്ഫോൺ എന്ന് പറയുന്നത് പോക്കോയുടേതാണ്. പോക്കോ X6 Pro 5G. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു കിടിലൻ പെർഫോമൻസ് നിങ്ങൾ ഒരു സ്മാർട്ട്ഫോൺ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട്ഫോൺ പരിഗണിക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ഇതിന്റെ സ്പെസിഫിക്കേഷനിലേക്ക് പോകാം. ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.67 ഇഞ്ചസിന്റെ AMOLED dot display ആണ് വരുന്നത് 128 refresh rate ആണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോസസർ എന്ന് പറയുന്നത് നമ്മുടെ MediaTek Dimensity 8300 Ultra എന്ന് പറയുന്ന ചിപ്സെറ്റ് ആണ്. സോ ഒരു കിടിലൻ പെർഫോമൻസ് തന്നെ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട്ഫോണിൽ കിട്ടും. ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ 64 മെഗാപിക്സലിന്റെ OIS സപ്പോർട്ട് ഉള്ള മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ 16 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറയാണ്. ഇവിടെ നിങ്ങൾക്ക് മാക്സിമം 4K വീഡിയോസ് 30 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. സോ ഒരു ബെസ്റ്റ് വീഡിയോ ക്വാളിറ്റി ഈ ഒരു സ്മാർട്ട്ഫോണിൽ കിട്ടും. ഇനി ബാറ്ററിയിലേക്ക് വരുമ്പോൾ 5000 mAh ന്റെ ബാറ്ററിയാണ് വരുന്നത് 67 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ആണ്. ഔട്ട് ഓഫ് ദി ബോക്സ് Android 14 ലാണ് വരുന്നത്. അപ്പോൾ അത് കുഴപ്പമില്ലെങ്കിൽ നോക്കാവുന്നതാണ്. ഇനി പ്രൈസിംഗിലേക്ക് വരുമ്പോൾ ഈ സ്മാർട്ട്ഫോണിന്റെ 8 plus 256GB ROM വേരിയന്റ് 19,989 rupees വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു കിടിലൻ പെർഫോമൻസ് തന്നെയാണ് ഈ സ്മാർട്ട്ഫോണിൽ കിട്ടുന്നത്. പിന്നെ ഇതല്ലാതെ നിങ്ങൾക്ക് iQന്റെ Z9S പരിഗണിക്കാവുന്നതാണ്. പിന്നെ നമ്മുടെ Vivo T3 Pro പരിഗണിക്കാവുന്നതാണ്. സോ നമ്മുടെ ലിസ്റ്റിലെ അടുത്ത സ്മാർട്ട്ഫോൺ എന്ന് പറയുന്നത് iQന്റേതാണ്. iQ Z10 നിങ്ങൾക്ക് അറിയാവുന്ന സ്മാർട്ട്ഫോൺ ആയിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ Vivo T4 രണ്ടിലും സെയിം സ്പെസിഫിക്കേഷൻസ് ആണ് വരുന്നത്. സോ നിങ്ങളൊരു ബെസ്റ്റ് ഓൾറൗണ്ടർ സ്മാർട്ട്ഫോൺ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട്ഫോൺ പരിഗണിക്കാവുന്നതാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു പെർഫോമൻസും നല്ലൊരു ക്യാമറ ക്വാളിറ്റി ഒക്കെ വെച്ച് വരുന്ന ഒരു സ്മാർട്ട്ഫോൺ ആണ്. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ഇതിന്റെ സ്പെസിഫിക്കേഷനിലേക്ക് പോകാം. ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.77 ഇഞ്ചസിന്റെ Full HD plus quad curved AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. സോ quad curved ഡിസ്പ്ലേ ഒക്കെ താല്പര്യമുള്ളവർക്ക് നോക്കാവുന്നതാണ്. പിന്നെ 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോസസർ എന്ന് പറയുന്നത് നമ്മുടെ സ്നാപ്ഡ്രാഗന്റെ 7S Gen 3 ആണ്. സോ ഒരു മിഡ് റേഞ്ച് പെർഫോമൻസ് നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട്ഫോണിൽ കിട്ടും. ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത് 32 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറ. ഇവിടെ നിങ്ങൾക്ക് മാക്സിമം 4K വീഡിയോസ് 30 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. ഫ്രണ്ട് ക്യാമറ ബാക്ക് ക്യാമറ. സോ രണ്ട് ക്യാമറ 4K വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട്ഫോണും പരിഗണിക്കാവുന്നതാണ്. പിന്നെ ബാറ്ററിയിലേക്ക് വരുമ്പോൾ 7300 mAh ഒരു M1 ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ 90 വാട്ട്സിന്റെ ചാർജറാണ്. ഔട്ട് ഓഫ് ദി ബോക്സ് Android 15 ലാണ് വരുന്നത്. LPDDR4X ഉം UFS 2.2 ആണ് വരുന്നത്. സോ UFS 2.2 കുഴപ്പമില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട്ഫോൺ പരിഗണിക്കാവുന്നതാണ്. iQ Z10 പ്രൈസിംഗിലേക്ക് വരുമ്പോൾ 8 plus 128GB ROM വേരിയന്റ് 21,999 rupees വരുന്നത്. പിന്നെ ബാങ്ക് ഓഫേഴ്സ് ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇതൊരു 20,499 rupees വാങ്ങാവുന്നതാണ്. എനിക്കറിയാം 20,000 മേലോട്ട് പോയി. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ നോക്കാവുന്ന ഒരു സ്മാർട്ട്ഫോൺ ആണ്.
പിന്നെ നമ്മുടെ വിവോ T4ലേക്ക് വരുമ്പോൾ 128GB ROM വേരിയന്റിന് 21,999 റുപ്പീസിനാണ് വരുന്നത്. പക്ഷേ നിങ്ങൾക്ക് ബാങ്ക് ഓഫേഴ്സ് ആഡ് ചെയ്തുകൊണ്ട് ഈ ഒരു സ്മാർട്ട് ഫോൺ 19,949 റുപ്പീസിന് വാങ്ങാവുന്നതാണ്. ഇനി ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് നത്തിങ് ഫോൺ 2A പരിഗണിക്കാവുന്നതാണ്. ഒരു ക്ലീൻ UI വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. ഒരു നോർമൽ പെർഫോമൻസ്, പിന്നെ ബെസൽസ്ലെസ് ആയിട്ടുള്ള ഡിസ്പ്ലേ, ബാക്കിലെ ഒരു ലൈറ്റ് എത്തും പരിപാടി. പിന്നെ കണ്ടു കഴിഞ്ഞാൽ 20,000 റുപ്പീസിന് മേളിലോട്ടുള്ള സ്മാർട്ട് ഫോൺ ആയിട്ട് തോന്നുള്ളൂ. അപ്പം അതൊരു കിടിലം ലുക്കിലൊക്കെ വെച്ച് വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നത്തിങ് ഫോൺ 2Aയും പരിഗണിക്കാവുന്നതാണ്. പ്രൈസിംഗിലേക്ക് വരുമ്പോൾ 8+ 128GB ROM വേരിയന്റ് 18,455 റുപ്പീസിനാണ് വരുന്നത്. പിന്നെ ബാങ്ക് ഓഫേഴ്സ് ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ 17,409 റുപ്പീസിന് വാങ്ങാവുന്നതാണ്. സോ താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോണും പരിഗണിക്കാവുന്നതാണ്. ഒരു ബെസ്റ്റ് ഓൾറൗണ്ടർ സ്മാർട്ട് ഫോണാണ്. ഒരു നല്ല ക്യാമറ ക്വാളിറ്റി ഒക്കെ തരുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. സോ നമ്മുടെ ലിസ്റ്റിലെ അവസാനത്തെ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് മോട്ടോയുടേതാണ്, മോട്ടോ H60 ഫ്യൂഷൻ. സോ നിങ്ങളൊരു ബെസ്റ്റ് ഓൾറൗണ്ടർ സ്മാർട്ട് ഫോൺ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണും പരിഗണിക്കാവുന്നതാണ്. ഒരു കിടിലം പെർഫോമൻസിൽ നല്ലൊരു ക്യാമറ ക്വാളിറ്റിയിലൊക്കെ വെച്ച് വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ഇതിന്റെ സ്പെസിഫിക്കേഷനിലേക്ക് പോകാൻ ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.77 ഇഞ്ചസിന്റെ 1.5K POLED കോഡ് കർവ്ഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. സോ കോഡ് കർവ്ഡ് ഡിസ്പ്ലേ ഒക്കെ താല്പര്യമുള്ളവർക്ക് നോക്കാവുന്ന ഒരു ചോയ്സ് ആണ്. പിന്നെ 120Hz റിഫ്രഷ് റേറ്റിംഗിന് കൊടുത്തിരിക്കുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോസസർ എന്ന് പറയുന്നത് നമ്മുടെ MediaTekന്റെ Dimensity 7400 ആണ്. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു കിടിലം പെർഫോമൻസ് നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിലും കിട്ടും. ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറ കൊടുത്തിരിക്കുന്നത്. OIS ഒക്കെ സപ്പോർട്ട് ഉണ്ട്. പിന്നെ ഒരു 32 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറ. ഇവിടെ നിങ്ങൾക്ക് മാക്സിമം 4K വീഡിയോസ് 30 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും, ഫ്രണ്ട് ക്യാമറ നിന്ന് ബാക്ക് ക്യാമറ നിന്ന്. സോ രണ്ട് ക്യാമറ നിന്ന് 4K വീഡിയോസ് ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ പരിഗണിക്കാവുന്നതാണ്. ഇനി ബാറ്ററിയിലേക്ക് വരുമ്പോൾ 5500 mAh ബാറ്ററി വരുന്നത് 68 വാട്ട്സിന്റെ ടർബോ ചാർജിങ് ആണ്. പിന്നെ ഔട്ട് ഓഫ് ബോക്സ് Android 15 വരുന്നത് IP68 69 സർട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ പ്രൈസിംഗിലേക്ക് വരുമ്പോൾ 8+ 256GB ROM വേരിയന്റ് 23,173 റുപ്പീസിനാണ് വരുന്നത്. പിന്നെ ബാങ്ക് ഓഫേഴ്സ് ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ 22,253 റുപ്പീസിന് വാങ്ങാവുന്നതാണ്. യെസ്, സോ നിങ്ങൾക്ക് അല്പം ഒന്ന് ബഡ്ജറ്റ് കൂട്ടാൻ പറ്റുമെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ പരിഗണിക്കാവുന്നതാണ്. ഒരു ബെസ്റ്റ് ഓൾറൗണ്ടർ സ്മാർട്ട് ഫോൺ തന്നെയാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. ഇതൊക്കെയാണ് 20,000 റുപ്പീസിന് താഴെ വാങ്ങാവുന്ന 5 ബെസ്റ്റ് സ്മാർട്ട് ഫോൺസ് ഇൻ മൈ ഒപ്പീനിയൻ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്തുപോലത്തെ ടെക് വീഡിയോസിനാണ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കിയാൽ സൈഡ് ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓളൊക്കെ ഇടുക. അപ്പോൾ ഇതുപോലെ മറ്റേ കാണും വരെ ബൈ ബൈ.